ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചെമ്മീൻ വെച്ചിട്ടൊരു ബിരിയാണിയാണ് കേട്ടോ. അതിനു വേണ്ടി 1 കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ ഫ്രൈ ആയതിനു ശേഷം സെയിം പാനിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്ത് നമ്മൾ 4 സവാള ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. സവാള വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് 2 തക്കാളിയും കൂടിയും ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് വേവിക്കുക. അപ്പോഴേക്ക് നമ്മൾ കുക്കറിൽ നെയ്ച്ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മസാലയിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് പച്ചമുളകും കൂടിയും ആഡ് ചെയ്ത് കൊടുത്ത് ഒരു ചെറുനാരങ്ങൻ്റെ ഫുള്ള് നീരും കൂടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ മസാലയിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്താൽ നമ്മളെ മസാല ഇവിടെ റെഡിയാവും. നമ്മൾ മല്ലിച്ചപ്പും കൂടിയും ആഡ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച നെയ്ച്ചോറ് ഇവിടെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇതതിൻ്റെ മുകളിലേക്ക് ഇട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുത്താൽ നമ്മൾ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡിയാവും. പിന്നെ നമ്മളെ പാനിൻ്റെ അടിയിൽ ഒരു കട്ടിയുള്ള ഒരു പാത്രം വെച്ചാൽ നമുക്ക് അടിയിൽ പിടിക്കാതെ പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.